KTU-VCയെ തടഞ്ഞ് SFI പ്രവർത്തകർ അനധികൃതമായി VCയെ നിയമിച്ചതിനെതിരെയാണ് SFIയുടെ പ്രതിഷേധം. ജീവനക്കാരും പ്രതിഷേധത്തിലാണ്. ഹൈക്കോടതി വിധി മാനിക്കാതെ സർക്കാർ ലിസ്റ്റ് തള്ളിയാണ് ചാൻസലർ കൂടിയായ ഗവർണർ VC നിയമനം നടത്തി. വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് മറികടന്നുകൊണ്ട് ഗവർണർ തന്നിഷ്ടപ്രകാരം തീരുമാനമെടുത്തത്. സർവകലാശാല ചട്ടങ്ങളുടെ ലംഘനമാണെന്നത് ഇന്നലെ തന്നെ മന്ത്രി ആർ ബിന്ദു ഒപ്പം തന്നെ നിയമമന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഹൈക്കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാടിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണോ SFI? സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഗവർണറുടെ നടപടിയിൽ ഉയർന്നു വരുന്നത്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇടതുപക്ഷ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ KTU യൂണിവേഴ്സിറ്റിക്കകത്ത് നടക്കുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ ഈ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ ഈ VC നിയമനത്തിനെതിരെ, ഗവർണറുടെ VC നിയമനത്തിനെതിരെ പ്രതിഷേധത്തിലേക്ക് കടന്നു വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആദ്യഘട്ടം മുതൽ ഗവർണർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും സർവകലാശാലകളെ കായ്വൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും SFIയുടെയും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഹൈക്കോടതി വിധിയെ പോലും മറികടന്നുകൊണ്ട് ഗവർണർ ഇത്തരത്തിലുള്ള ഒരു നിയമനം KTU-VCക്കകത്തും അതുപോലെ തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്കകത്തും ഇത്തരത്തിലുള്ള നിയമനം ഗവർണർ നടത്തിയത്. ഹൈക്കോടതി വിധി പോലും മാനിക്കാതെയാണ് ഇത്തരത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തിയത്. ഹൈക്കോടതി വിധി വന്ന മണിക്കൂറുകൾ 24 മണിക്കൂർ തികയും മുൻപാണ് ഇത്തരത്തിൽ നിയമനങ്ങൾ തന്നിഷ്ടപ്രകാരം ഗവർണർ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെ KTU-VCയായി ചുമതല ഏറ്റെടുക്കാൻ വന്ന ഡോക്ടർ K ശിവപ്രസാദിനെതിരെയാണ് ഇത്തരത്തിൽ SFI വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും അതിനൊപ്പം തന്നെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്നത്. ഗോ ബാക്ക് വിളികളുമായാണ് SFI വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിനകത്തേക്ക് പ്രതിഷേധം എത്തിയത്. അതിനൊപ്പം തന്നെ ഈ ഇടതുപക്ഷ ജീവനക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈ ചുമതല ഏൽക്കാൻ വന്ന ഡോക്ടർ K ശിവപ്രസാദിനൊപ്പം RSS സംഘപരിവാർ ആളുകളും ഉണ്ടായിരുന്നു. ഇവരെ സർവകലാശാലയിൽ നിന്നും പുറത്താക്കണമെന്നതാണ് ഈ ജീവനക്കാർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഈ ഗവർണറുടെ നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുക എന്നുള്ളൊരു നയം അത് ആദ്യഘട്ടം മുതൽ ചാൻസലർ സ്വീകരിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ KTU-VCക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം. അനധികൃതമായി ചാൻസലർ കൂടിയായ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ് ഇപ്പോൾ.